പെൺകുട്ടിയെ മാക്സിമം ഹരാസ്മെന്റ് ചെയ്തിട്ട് അത് ഗെയിം ആണെന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്? 3 കിഴങ്ങന്മാരായിട്ടുള്ള ക്യാപ്റ്റന്മാരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത്. അല്ല, ബിഗ് ബോസ് തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഏത് സമയത്താണാവോ ഈ 3 തന്നെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ തോന്നിയതെന്ന്. ബിഗ് ബോസ് തന്നെ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും. അതിന് തന്നെയാണ് ചാൻസ്. അല്ല, അക്ബറിനെ ക്യാപ്റ്റൻ ആക്കാനുള്ള പ്ലാൻ ആയിരുന്നു ഈ 3 പേരെ ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കിയത് എന്ന് പറച്ചിലുണ്ട്. അല്ല, അത് സത്യമാണെന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആക്കിയതിനെ ഇപ്പൊ പഴിക്കുന്നുണ്ടായിരിക്കും അവര്. 3 കിഴങ്ങന്മാരെന്ന് പറഞ്ഞാൽ പോരാ, അതിലും വലിയ കിഴങ്ങന്മാരെന്ന് പറയേണ്ടി വരും. എല്ലാത്തിനും തിരി കൊളുത്താനായിട്ട് നിന്നു കൊടുക്കുന്ന ആര്യൻ. എന്നിട്ട് ഞാനും ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങ് മുങ്ങും. എന്നിട്ട് ഇതിനിടയിൽപ്പെട്ട് എല്ലാം ഒന്ന് മുറുക്കി കൊടുത്ത് പാര വയ്ക്കാവുന്നതൊക്കെ പാര വെച്ച് അവിടെ വലിയ വഴക്കിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് അക്ബർ. ഈ വഴക്ക് ഏറ്റുപിടിച്ചുകൊണ്ട് അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കാൻ അനുമോളിലെടുത്ത് മെയിൻ ആയിട്ട് സീൻ ഉണ്ടാക്കാൻ നടക്കുന്ന നെവിൻ. ഈ 3 പിന്നെ എന്താണ് കിഴങ്ങന്മാരെന്നല്ലാണ്ട് വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഈ 3 പിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ഈ 3 കുറച്ചെങ്കിലും പോസിറ്റീവ് പുറത്തുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ക്യാപ്റ്റൻ ആയതിനു ശേഷം പ്രത്യേകിച്ച് ഈ 2 ദിവസമായിട്ട് 3 എയറിലാണ് മക്കളെ, എയറിലാണ്. എയറിലൊന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിലപ്പുറം എന്തെങ്കിലും പറയണം. 3 കൂടി അവിടെ കാണിച്ചു കൂട്ടുന്നത് അതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് നെവിൻ എന്ത് വൃത്തികേടാണ് അനുമോളുടെ അടുത്ത് കാണിച്ചത്? ആ സിഗരറ്റ് വലിച്ചു വന്നിട്ട് അനുമോളുടെ മുഖത്തേക്ക് ഊതിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പരം വൃത്തികേടുന്നുണ്ട്. അവര് സിഗരറ്റ് വലിക്കുന്നവർ സ്മോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു എന്താ പറയുക, ഒരുമിച്ച് താമസിക്കുന്ന എന്നുള്ളത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. അല്ലാതെ ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ അടുത്ത് വന്നിട്ട് റോട്ടിൽ വന്നിട്ട് നമ്മൾ ഊതി കഴിഞ്ഞാൽ ആ ആള് ചെകിട്ടത്ത് പിടിച്ചടിക്കില്ലേ? ഇത് അനുമോൾക്കോടെ ശരിക്കും പറഞ്ഞാൽ തല്ലാനുള്ള വോയിസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ മുഖത്തേക്ക് ഒരാൾ സിഗരറ്റ് വലിച്ച് വന്നു നിന്നിട്ട്, അല്ലെങ്കിൽ സിഗരറ്റ് പോട്ടെ, ഒന്നല്ലെങ്കിൽ പോലും നമ്മുടെ മുഖത്തേക്ക് വന്ന ഒരാൾ ഊതി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും? ഒരിക്കലില്ലല്ലോ. നമ്മൾ അപ്പ കൊടുക്കില്ലേ 2? ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ്, ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനും കാണിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നെവിൻ എന്ന് പറയുന്ന വ്യക്തി വെറുപ്പിക്കാവുന്നതിന്റെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇപ്പൊ വെറുപ്പ് ചെയ്യുന്നു. നെവിന് നല്ല പേടിയുണ്ട് ഈ ആഴ്ച പുറത്തു പോകുമോ എന്ന്. നെവിന് നല്ല പേടിയുണ്ട്. നെവിൻ മിനിറ്റിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ പോയാലും ഈ ആഴ്ച പോയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, നിനക്ക് ഞാൻ തരാനുള്ളത് തന്നിട്ടേ പോവുള്ളൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ അനുമോളുടെ അടുത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നെവിന് നല്ല പേടിയുണ്ട്. പക്ഷെ എന്തിനാണ് നെവിൻ ഇത്രയും വൃത്തികേട് അനുമോളുടെ അടുത്ത് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ബെഡിലേക്ക് വെള്ളം എടുത്തൊഴിച്ച ആ ഒരു വിഷയം, മുഖത്തേക്ക് വെള്ളം തെളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ പിടിവലിയാവുന്നു. ആ സമയത്ത് അനുമോള് പിടിച്ചു മാതി എന്ന് പറയുന്നു. ദേഷ്യം വരുന്ന സമയത്ത് ആരെന്തും ചെയ്യും. പിന്നെ 1ാമത്തെ കാര്യം, അനുമോൾക്ക് അവിടെ പീരീഡ്സ് ആയിട്ട് കെടുക്കാൻ വയ്യാത്ത ഒരാളാണ്. ആ ആളെ പോയിട്ട് ഉറങ്ങുന്നില്ല, ഇനി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങരുത് അനുമോളെ എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. എന്നിട്ടും ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചീത്ത പറയാനും അവിടെ എന്തെങ്കിലും കാണിക്കാനും വോയിസ് ഉണ്ട്. ഇവിടെ അനുമോളുമായിട്ട് നെവിൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുമോള് ഉറങ്ങുന്നില്ല, ഇനി എഴുന്നേറ്റ് പറ്റൂ എന്ന് വാശി പിടിക്കാണ്. അവിടെ സാബു കെടുക്കുന്നുണ്ട്, അവിടെ ഷാനവാസ് കെടുക്കുന്നുണ്ട്. ഇവരാരുടെ അടുത്തും അവിടെ നെവിൻ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവരുടെ അടുത്ത് പോയിട്ട് എഴുന്നേറ്റ് ഇരുന്നേ പറ്റൂ എന്ന് പറയുന്നില്ല. അനുമോളുടെ അടുത്താണ് പറയുന്നത്, എഴുന്നേറ്റ് ഇരുന്നേ പറ്റൂ, ഞാൻ നിന്നെ ഉറക്കാൻ വിടില്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ സമാധാനമായിട്ട് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ അടുത്ത് മുഖത്ത് അപ്പൊ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആരാണ്? ആര്യൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലായിടത്തും ഇങ്ങനെ ഷൂ എന്നിട്ട് ഇങ്ങനെ തിരി കൊളുത്താനുള്ള ഒരു തിരി ഇട്ട് കൊടുക്കുന്നത് ആര്യനാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നെവിൻ വന്ന് അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കുന്നു. അവസാനം അനുമോള് വെള്ളം എടുത്ത് ഒഴിച്ചു, തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പിന്നെ അനുമോള് ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചാൽ പോരായിരുന്നോ? ഈ അനുമോളെ മൈക്ക് ഊരി മാറ്റിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വെള്ളം എടുത്ത് ഒഴിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നെവിന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു, അതുപോലെ തന്നെ അനുമോളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതൊരു പാത്രം വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആ ബെഡിലേക്ക് ഒഴിച്ചത് എന്തിനാണ്? എന്നിട്ട് ഈ ബെഡിലേക്ക് ഒഴിച്ചിട്ട് അവിടെ എല്ലാവരും അനുമോൾക്ക് ഒരുവിധം പേരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഷാനവാസും അനീഷുമാണ്. പിന്നെ 2 ഫ്രണ്ട്സ് എന്ന് പറയുന്ന 2 കൂടിയിട്ട് ഒരു ഉപകാരത്തിനും ഇല്ല, ഒരു ഗുണത്തിനും ഇല്ലാത്ത 2 ഫ്രണ്ട്സ് ഉണ്ട്. എങ്ങനെ അനുമോൾക്കിട്ട് പാര വെക്കാം എന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന 2 ഫ്രണ്ട്സ്. അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും അനുമോൾക്ക് ഉണ്ടായില്ല. അവിടെ അനുമോള് കുറച്ച് മോശമായിട്ട് സംസാരിച്ചു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നെവിനും അനുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംഭാഷണം നടന്നപ്പോൾ അനുമോളെ വിമർശിക്കാനായിട്ടും അവിടെ ഇരുന്ന് കുറ്റം പറയാനായിട്ടും നിൽക്കുന്ന 2 ഫ്രണ്ട്സ്, ആദില, നൂറ. ഈ 2 ഫ്രണ്ട്സിനോട് പിന്നെ ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട്
മാറിപ്പോയിരിക്കുന്നുണ്ടായിരുന്നു അനുമോള്. ആ സമയത്ത് അനീഷ് വന്ന് സംസാരിക്കുന്നുണ്ട്, എന്താ അനുമോളെ മാറിയിരിക്കുന്നത്, അത് കഴിഞ്ഞില്ലേ, വഴക്കല്ലേ, ഒരു വീട്ടിലത്തെ പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ സമാധാനിപ്പിക്കുന്ന അനീഷിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അവിടെ രണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന രണ്ട് കോന്തത്തികൾ എന്തിനാണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു പ്രതിസന്ധി, കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു വിഷമം പ്രതിസന്ധി വരുന്ന സമയത്ത് അയാളെ കൂടെ നിൽക്കുന്നതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ആളുടെ വായിൽ നിന്ന് മോശം വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തി, അപ്പം തന്നെ തിരുത്തി, അല്ലെങ്കിൽ വായ കുത്തി കേൾപ്പിണ്ടാതിരിക്കുക അനുമോളെ എന്ന് പറയുന്നതാണ് നല്ല ഫ്രണ്ട്സ്. അല്ലാതെ അനുമോളുടെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ കേട്ടിരുന്ന് അനുമോളെ വീണ്ടും കുറ്റം പറഞ്ഞ് അനുമോളെ ഇല്ലാണ്ടാക്കുക, അതായത് പുറത്തേക്ക് നെഗറ്റീവായിട്ട് അനുമോളെ കുറിച്ച് പോകണം എന്ന് മനഃപൂർവ്വം കരുതിയിട്ട് കൂടെ നിൽക്കുന്നവർ എങ്ങനെയാണ് ഫ്രണ്ട്സ് എന്ന് പറയാ. സാബു ചോദിക്കുന്നുണ്ട് നമ്മുടെ ആദിലയുടെ അടുത്ത് നൂറെ എടുത്തു, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയതെന്ന് ചോദിക്കുമ്പോൾ ഈ ഞങ്ങൾ തമ്മിലുള്ള ഐഡിയോളജി ഒന്നും ശരിയാവുന്നില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിരി. അതായത് അപ്പൊ ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ അനുമോളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വോട്ട് കിട്ടും തോന്നിയിട്ടോ എന്തിനാണെന്നറിയില്ല അനുമോളുടെ കൂടെ നിൽക്കുന്നു. പാവം അനുമോൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ മനസ്സിലായാലും നിവൃത്തികേടുകൊണ്ട് പിന്നെ വന്ന് ഇവരെടുത്ത് മിണ്ടുന്നതാണോ എന്നറിയില്ല. ഇനി എൻ്റെ അടുത്ത് മിണ്ടരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോൾ അവിടുന്ന് മാറിയിരിക്കുന്നത്. പക്ഷെ ഒരു ഗുണമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇത്രയും പേര് അവിടെ ഉണ്ടായിട്ടും അതിലാകെ 2 പേര് മാത്രമാണ് കുറച്ചെങ്കിലും അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. നെവിൻ അവിടെ വെള്ളം ഒഴിച്ച സമയത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആരിനെ കാണാൻ സാധിച്ചു. അവിടെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന അക്ബറെ കാണാനായിട്ട് സാധിച്ചു. ഇവരൊക്കെയാണോ അവിടുത്തെ വലിയ ഹ്യൂമാനിറ്റി പറയുന്ന ആൾക്കാരെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത് ലാസ്റ്റ് അനുമോള് കിടന്നുറങ്ങുന്ന സ്ഥലം കാണിക്കുന്നുണ്ട് എപ്പിസോഡിൽ. അവിടെ കിടന്നുറങ്ങുന്നത് മാറി വന്നെന്ന് ആരെയും ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാന്ന് അവിടെ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. ചിലപ്പോൾ ആ ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും സങ്കടം കൊണ്ടായിരിക്കും ആ നനഞ്ഞ ബെഡിൽ കിടക്കാനായിട്ട് പറ്റൂല. സോഫയുടെ ബാക്കിൽ ക്യാമറയ്ക്ക് കൂടുതൽ ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം സോഫയുടെ പുറകിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ആര്യം വന്നിട്ട് നമ്മുടെ പറയുന്നുണ്ട് അക്ബറിന്റെ അടുത്ത്, എന്തിനാണ് ഇവളിങ്ങനെ ഇത്രയും ഡ്രാമ കാണിക്കുന്നത്, നെവിൻ ബെഡിൽ വെള്ളം ഒഴിച്ചെന്ന് വെച്ചിട്ട് ഇത്ര ഡ്രാമ കാണിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഈ നെവിൻ വെള്ളമൊഴിച്ച സമയത്ത് നിങ്ങളുടെ വായിലൊക്കെ അമ്പഴങ്ങ കുത്തിക്കയറ്റിയിരിക്കായിരുന്നോ, അല്ലെങ്കിൽ കോഴിക്കട്ട കുത്തിക്കയറ്റിയിരിക്കായിരുന്നോ? നെവിനെ വഴക്ക് പറയാനോ നെവിന്റെ അടുത്ത് എതിർത്ത് സംസാരിക്കാനോ നിൽക്കാതെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാൻ നെവിനെ ന്യായീകരിക്കുകയും ചെയ്ത നിങ്ങളാണോ ഈ വക ഡയലോഗ് അവിടെ നിന്ന് പറയുന്നതിന് ഒരു മാന്യത വേണ്ട ആര്യ? അവിടെ നിന്ന് പറയണ്ട, എന്തിനാണ് ഇത്ര ഡ്രാമ കാണിക്കുന്നത്, ഇത്ര ഇത് കാണിക്കേണ്ട ആവശ്യം ഇരിക്കുന്നത്, പ്രേക്ഷകരെ സിമ്പതി കിട്ടാനാണോ? അവിടെ കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് സിമ്പതി ഒന്നും കിട്ടാനായിട്ട് പോകുന്നൊന്നുമില്ല അനുമോൾക്ക്. അവിടെ എല്ലാവർക്കും ദേഷ്യം വരാൻ പോകുന്നത് നെവിന്റെ അടുത്താണ്, അല്ലാതെ അനുമോളുടെ അടുത്ത് സിമ്പതിയുടെ ആവശ്യമില്ല. എന്തിനാ അനുമോളുടെ അടുത്ത് നമുക്ക് സിമ്പതി തോന്നേണ്ട ആവശ്യകത? വൃത്തികേട് കാണിച്ച് നെവിനോടാണ് പ്രേക്ഷകർക്ക് കലിപ്പ് തോന്നേണ്ട ആവശ്യകതയുള്ളൂ. അത്രയും മോശപ്പെട്ട ചെറുപുരി അടിക്കാൻ തോന്നുന്ന പ്രവൃത്തിയാണ് നെവിൻ അവിടെ ചെയ്തത്. അവിടെ തിരിച്ച് അനുമോളുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ച് ഞാൻ ഒന്നും പറയില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊഴിച്ച് കളിച്ചു, അത്രേ അതിൽ പറയാനുള്ളൂ. പക്ഷെ ബെഡിൽ കൊണ്ടൊഴിച്ച വെള്ളത്തോട് ഒരിക്കലും ന്യായീകരണം അവിടെ അർഹിക്കുന്നില്ല. അതിനെ സപ്പോർട്ട് പിടിച്ച് കൊട്ട പിടിച്ച് നിന്നാൽ നിങ്ങൾ എന്നിട്ട് അനുമോൾ എവിടെ കിടക്കുന്നു, അനുമോൾ ഡ്രാമ കാണിക്കുന്നു, അനുമോളുടെ PR-കൾക്ക് കണ്ടന്റ് കിട്ടി, ഷോ അനുമോൾ ഇനി കപ്പെടുത്തോട്ടെ എന്ന്. അവിടെ അക്ബറിന്റെ ഡയലോഗാണ്, ഷോ പാവുണ്ട്, അത് വിജയിച്ചോട്ടെ, അവിടെ എത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ മോശല്ലേ. പറയാൻ എന്ത് യോഗ്യതയുണ്ട് ഈ അക്ബറിനൊക്കെ? അത് ഇത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ കൂടി അറിയാത്ത അക്ബറാണ്. കൂട്ടത്തിൽ നിന്ന് ഗെയിം കളിക്കാന്നല്ലാതെ ഗ്രൂപ്പിസമായി നിന്ന് ഗെയിം കളിക്കാന്നല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ അറിയൂ ഈ അക്ബറിനെ? എന്നിട്ട് എന്ത് വർത്താനാണ്? അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. ഫ്രണ്ട്സായിട്ട് 2 ഉള്ളത് പാര വയ്ക്കാനും അനുമോൾക്ക് എതിരെ നിൽക്കാനും മാത്രമുള്ളതാണ്, അല്ലാതെ ഒരു ഗുണവും അനുമോൾക്ക് അവരെ കൊണ്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന അനുമോളെയാണ് നീ അവിടെ നിന്നിട്ട് പറയുന്നത് പാവം, അതിനെല്ലാവരും കൂടി ഈ PR-കൾക്ക് കണ്ടന്റ് കിട്ടി, അവർ ഇനി എന്താ ചിഞ്ഞ് വിജയിച്ചോട്ടെ എന്ന് പറയാനായിട്ട്. അക്ബറെ, നിനക്കൊരു യോഗ്യതയില്ല. യോഗ്യത ഉണ്ടെങ്കിൽ നീ പറയുന്നതിൽ കാര്യമുണ്ട്. ഈ പറയുന്ന ആര്യനാണെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും ഈ നെവിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഗ്രൂപ്പിസം ചേർന്ന് ഒരു പെൺകുട്ടിയെ മാക്സിമം ഹരാസ്മെന്റ് ചെയ്ത് ഇതിനെ ഗെയിം എന്ന് പേരിട്ട് വിളിക്കാൻ പറ്റില്ല. കുറെ പേര് പറയുന്നുണ്ട് നെവിന്റെ സൂപ്പർ ഗെയിം, നെവിന്റെ സൂപ്പർ ഗെയിം, ഇതാണ് ഗെയിം, അനുമോൾക്ക് ഇട്ട് കൊടുത്തു, ഇതാണോ ഗെയിം? ഗെയിം എന്ന് പറയുന്നത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമാവും കാര്യങ്ങളും ഒക്കെ ആവും. വായക്കൂട്ട് അങ്ങോട്ട് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വായ കൊണ്ട് എന്ത് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതുകൊണ്ട് ദേഷ്യം വരും. അനുമോള് പലതും വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ അതിനെ ന്യായീകരിക്കല്ല, പല വാക്കുകളും പല വാചകങ്ങളും മോശമായിട്ട് വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ദേഷ്യം കൺട്രോൾ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി നമ്മൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. അത് എനിക്കുണ്ട് അല്ലാതെ ചിലർ ശീലം. പക്ഷെ എന്ത് പറയണം എങ്ങനെ പറയണം നമുക്ക് പറയാനായിട്ട് പറ്റില്ല ആ സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ദേഷ്യം തീർക്കാനായിട്ട് നമ്മൾ പലതും വിളിച്ച് പറയും. അക്കൂട്ടത്തിൽ അനുമോള് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അത് വിചാരിച്ച് ഒരാളെ മെന്റലി ഫിസിക്കലി ഒക്കെ ടോർച്ചർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ ആ ടാസ്കിന്റെ ഇടയിൽ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നെവിൻ അവിടെ എന്താ കാണിച്ചു കൂട്ടിയത്? എത്ര തവണ നെവിനെ ബിഗ് ബോസ് വാൺ ചെയ്തു?
അനുമോൾക്കെതിരെ മാത്രം കളിച്ചിട്ടാണ് അവിടെ നെവിനെ ബിഗ് ബോസ് വാൺ ചെയ്തത്. അനുമോളുടെ അതിന്റെ മുകളിൽ കൊണ്ടുപോയി എത്ര ബോൾ ചെന്നിട്ടു, അതിനപ്പുറം കടക്കരുന്നത് ബിഗ് ബോസ് പലതവണ പറഞ്ഞു. എന്നിട്ടും അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബോൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ബിഗ് ബോസ് എത്ര തവണ നെവിനെ വിളിച്ചു പറഞ്ഞു നെവിനെ ചെയ്യാൻ പാടില്ല, നെവിനെ ചെയ്യാൻ പാടില്ല എന്ന് എത്ര തവണ ബാൻ ചെയ്തു. അപ്പൊ നെവിൻ എന്തുകൊണ്ടാണ് ഇത്രയും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അനുമോളുടെ അടുത്ത് പെരുമാറുന്നത്? അനുമോൾക്ക് വാശി, ദേഷ്യം, കാര്യങ്ങൾ ഒക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചൊന്നും അവിടെ അനുമോള് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലരുടെ അടുത്ത് ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലരുടെ അടുത്ത് ചിലപ്പോൾ ദേഷ്യം കാണിക്കും. ഇതൊക്കെ അനുമോള് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഒരാളുടെ അടുത്ത് ഒന്നും ചെയ്യാൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യകത അനുമോൾക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ അനുമോൾക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നത് കേട്ടോ. ഉണ്ടാവാൻ പോകുന്നത് അനുമോളെ അവിടെ വെള്ളമൊഴിക്കാനാണ് വരുന്നത് എന്ന് കണ്ടപ്പോൾ സമയത്ത് ബെഡിന്റെ അവിടെ നിന്ന് മാറി നിൽക്കണ്ടേ? അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് കളിക്കുന്ന സമയത്ത് ബെഡിന്റെ അവിടെ നിന്ന് ചെയ്യാൻ പാടുണ്ടോ? നിവിൻ ബെഡിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കണ്ടേ? നിവിൻ ബെഡ് നനയ്ക്കാൻ പാടുണ്ടോ? നിവിൻ ഇതൊക്കെ തന്നെയല്ലേ ചോദിക്കാൻ പോകുന്നുള്ളൂ, അല്ലാതെ ഇതിൽ കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. അനുമോളെ ഉറങ്ങാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ക്യാപ്റ്റൻ വന്നിട്ട് വിളിച്ചത്? അനുമോൾ എഴുന്നേക്കാത്തത് കൊണ്ടല്ലേ നെവിൻ വന്ന് വെള്ളം തെളിച്ചത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം മുഴുവൻ അനുവിന്റെ തലയിലേക്കാണല്ലോ വരേണ്ടത്. നെവിനെ അവിടെ സേഫ് ആക്കണല്ലോ. ഇതിൽ കൂടുതലൊന്നും നെവിന്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോകുന്നുണ്ടാവില്ലല്ലോ ലാലേട്ടാ. അല്ല, അങ്ങനെ ആയിരിക്കില്ല ഇപ്പൊ ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ അതിന്റെ ആൾക്കാര് ലാലേട്ടനെ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ലാലേട്ട അവിടെ ചോദിക്കും അനുമോളുടെ ദേഹത്തേക്ക് കുറ്റോടും അനുമോൾ കിടന്നുറങ്ങിയതുകൊണ്ടും അനുമോൾ കിടന്നതുകൊണ്ടാണ് അനുമോൾക്ക് അങ്ങനെ ഉണ്ടായത്, അതുകൊണ്ടല്ലേ നെവിൻ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചത്. നെവിൻ വെള്ളം ഒഴിച്ചപ്പോൾ അനുമോൾ അങ്ങോട്ട് വെള്ളം ഒഴിച്ചതുകൊണ്ടല്ലേ നെവിൻ വന്ന് ബെഡിൽ വെള്ളം ഒഴിച്ചത്. അപ്പൊ നെവിനെ അത് ശ്രദ്ധിക്കണ്ടായിരുന്നു. നെവിനെ ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല, ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളൂ. സാധാരണ എല്ലാ വീക്കെൻഡിലും സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിവിനെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇന്ന് ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ടം വരുന്ന സമയത്ത് ഈ നിവിൻ എന്തെങ്കിലും സത്യം പറയാറുണ്ടോ? എന്തിനാണ് ഇങ്ങനെ നുണകളും എന്താ പറയാ ആവശ്യമില്ലാത്ത കാട്ടായങ്ങള്, സൂര്യ നമസ്കാരമൊക്കെ ലക്ഷ്മി ഇങ്ങനെ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കള്ളത്തരങ്ങളാണ് നെവിൻ ചെയ്തത് ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ നിന്ന് അവിടെ ഷാനവാസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും തോന്നിവാസങ്ങള് നെവിൻ അവിടെ ചെയ്തിട്ടും ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്യുകയോ അല്ലെ നെവിനെ മോശം വൃത്തിയോട് കാണിക്കണ്ട, അവിടെ ഇരുന്നോ എനിക്കിനി കാണാമെന്ന് ലാലേട്ടൻ എന്തുകൊണ്ട് പറയാനുള്ള ധൈര്യം കാണിക്കുന്നത്? നെവിൻ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങൾക്കും എന്തിനാണ് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത്? ആര് ചെയ്യുന്ന എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നു, അക്ബർ ചെയ്യുന്ന എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നു. എന്നിട്ട് ഇന്ന് അത് അവന് വിളിച്ചു പറയുന്നുണ്ട്, അക്ബറിന്റെ അടുത്ത് ഇവിടെ ഫേവറിസമാണ് നടക്കുന്നത്, നെവിന്റെ അടുത്ത് ഫേവറിസം ആണെന്ന് കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് വീണ്ടും അനുമോള് പറയുന്നുണ്ട് അക്ബറിന്റെ അടുത്ത് ഫേവറിസമാണ്, അക്ബറിനെ ഇവിടെ നിന്ന് പുറത്താക്കില്ല എന്നൊരു ധൈര്യമാണ്. അക്ബറിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ട്, ക്രൂ മെമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ അക്ബറിന് ഒരു പ്രത്യേക ധൈര്യമാണെന്ന് അനുമോളിന്ന് വിളിച്ചു പറയുന്നുണ്ട്. പറഞ്ഞാലും ഒരു തെറ്റുമില്ല. കാരണം നെവിനോ അക്ബറോ ആര്യനോ എന്ത് തെറ്റിയതാലും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല വീക്കെൻഡ് എപ്പിസോഡുകളിൽ. അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അനുമോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്ത് അത് ചോദിച്ച് അനുമോളെ ഹരാസ് ചെയ്യും. അപ്പൊ പിന്നെ അനുമോൾക്ക് തോന്നുന്നത് ഇത് തെറ്റില്ലല്ലോ. പ്രേക്ഷകർക്ക് തോന്നുന്ന സെയിം കാര്യമാണ് അനുമോൾക്കും തോന്നുന്നത്. എന്നിട്ട് ആൾക്കാർ ഇവിടെ പറയണം അത് PR-കൾ പഠിപ്പിച്ചു കൊടുത്താൽ അത്ര 100-ാം ദിവസം അവിടെ അക്ബർ ഉണ്ടാവും, നെവിൻ ഉണ്ടാവും, അവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വോട്ട് കൂടും എന്ന് PR-കൾ 100 ദിവസം മുന്നേ വരുന്ന അനുമോളുടെ അടുത്ത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത് വിട്ടിരിക്കുക. പറയുന്നതിന് ഒരു മാന്യത വേണ്ടേ? അല്ല, ഇതിനൊക്കെ എന്തെന്നാ പറയാ? പിന്നെ ഒരു കാര്യം പറയാൻ വന്നത് ഹ്യൂമാനിറ്റി. ഭയങ്കര ഹ്യൂമാനിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ അക്ബർ, ആര്യൻ, ഇവർ രണ്ടുപേരും. അതായത് ജിസേലിന്റെ വിഷയം വന്ന സമയത്ത് അക്ബർ അവിടെ നിങ്ങൾക്കൊക്കെ ഹ്യൂമാനിറ്റി ഉണ്ടോ ചോദിക്കുന്നു. പിന്നെ ഹ്യൂമാനിറ്റിയുടെ പര്യായമായിരുന്നു ജിസേലിന്റെ പര്യായമായിരുന്നു അവിടെ ആര്യൻ. ഇത്രയും ഹ്യൂമാനിറ്റി ഉള്ള ആൾക്കാർ ഇന്ന് ഭക്ഷണം നിഷേധിക്കുന്നു നൂറയ്ക്ക്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ അവർ 2 നേരമാണ് ഫുഡ് വെച്ച് വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് രാവിലെ എല്ലാവർക്കും വിശന്നിട്ട് അതിരാവിലെ തന്നെ പച്ചച്ചോറ് എടുത്ത് കഴിക്കുന്നുണ്ട് അനീഷ്. അവിടെ വയ്യായിക വരുന്നുണ്ട് അവിടെ നൂറയ്ക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇന്ന് നൂറ് അവിടെ പണിയെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊരു റൂൾ വെക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഹ്യൂമാനിറ്റി. ഒരു ആൾക്ക് ഭക്ഷണം നിഷേധിക്കുന്നത്. ആൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ചീത്ത പറയാം, അല്ലെങ്കിൽ നാളെ ചെയ്തേ പറ്റൂ, ഇന്ന് എന്തുകൊണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നാളെ അതിനെന്തെങ്കിലും ശിക്ഷ വേറെ എന്തെങ്കിലും കൊടുക്കുകയും അല്ലെങ്കിൽ ആരായിട്ട് വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. കാരണം നിങ്ങൾക്കത് പറയാൻ യോഗ്യതയില്ല. നിങ്ങൾ 3 ക്യാപ്റ്റന്മാരും ചേർന്ന് അവിടെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങളത് ഏറ്റെടുത്തത് അനുമോൾക്കിട്ട് പണി കൊടുക്കാനാണ്. അനുമോൾക്ക് കിച്ചൺ ഡ്യൂട്ടി കൊടുക്കരുത്, അനുമോൾക്ക് ബെസൽ ഡ്യൂട്ടി കൊടുക്കണം, എന്നിട്ട് അനുമോൾക്കിട്ട് പണി കൊടുക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചാണ് നിങ്ങൾ 3 പേര് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്.
എന്നിട്ട് ഇഷ്ടപ്രകാരം പാത്രങ്ങൾ അനുമോൾക്ക് വെറുതെ ഇട്ട് കൊടുത്ത് അനുമോളെ കൊണ്ട് അവിടെ പണിയെടുപ്പിക്കുന്നുണ്ട്. അത് പോട്ടെ എന്ന് വിചാരിക്കാം. എങ്കിൽ പിന്നെ ഡ്യൂട്ടി ഏറ്റെടുക്കാം എന്നുണ്ടെങ്കിൽ കൃത്യനേരത്തിന് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ളത് കാണിക്കണം. എന്നിട്ട് അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിന്നിട്ട് എഴുന്നേറ്റ് പൊക്കോ എന്ന് പറയുന്ന നിവിന്റെ ആ സംസ്കാരമാണോ നിങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത്? ഇതാണ് നിങ്ങളുടെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്? ഞാൻ ഉണ്ടാക്കിയത് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിന്നിട്ട് പോയാൽ മതി, എനിക്ക് ഇതിനേ സൗകര്യമുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ തിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ? എന്നിട്ട് നൂറേടെ അടുത്ത് പറയാണ് പണിയെടുത്തില്ലെങ്കിൽ തിന്നണ്ടാന്ന്. ഭക്ഷണം നിഷേധിക്കുന്നതാണ് നിങ്ങളത്. എന്നിട്ട് ആര് ജയിച്ചു? നൂറ കഴിച്ചോ? അവരാരെങ്കിലും കഴിച്ചോ? കാരണം അവർക്കൊക്കെ ആത്മാഭിമാനമുണ്ട്. പല തെറ്റുകളും അവരുടെ ഭാഗത്തും ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഈ 3 ക്യാപ്റ്റന്മാരെ അമ്പേ പരാജയം അല്ലെങ്കിൽ വമ്പേ പരാജയം എന്ന് പറയാൻ സാധിക്കുള്ളൂ. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസി എന്ന് ചോദിക്കാൻ പോലുമുള്ള വോയിസ് ലാലേട്ടനില്ല. കാരണം അത്രയും ബോറൻ ക്യാപ്റ്റൻസി. 3 പേര് ക്യാപ്റ്റന്മാരുണ്ടായിട്ട് ആ വീട്ടിൽ ഇത്രയും മോശപ്പെട്ട ഒരാഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ച് ലാലേട്ടൻ അവിടെ വന്ന് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും നല്ലത് പറയാനുണ്ടാവില്ല. 3 പേരും ഒരുമിച്ച് ജയിലിലേക്ക് വിടേണ്ട അവസ്ഥയാണ്. 2 പേരെ വിടാനേ ബിഗ് ബോസ് സമ്മതിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറയും ഈ 3 പേരും ഒരുമിച്ച് ജയിലിലേക്ക് വിടണം. എന്ന് വെച്ചാൽ 3 പേരും പുണ്യാളന്മാരായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഭയങ്കര ഡീസന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഒക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനും തിരി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് ആരും വന്നിട്ട് ഇഷ്യൂ ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് കയ്യിന് വയ്യാത്തോണ്ടാണ് ഞാൻ കിച്ചണിൽ കയറാഞ്ഞത്, എനിക്ക് വയ്യാണ്ട് ഞാൻ കെടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡയലോഗ് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ആരിന് വയ്യാന്നുണ്ടെങ്കിൽ ഉറങ്ങിപ്പോവാം. അനുമോൾക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാനും പാടില്ല, കിടക്കാനും പാടില്ല. ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആയി അത്രയും വയ്യാന്ന് അവള് പറഞ്ഞിട്ടും അവൾക്ക് കിടക്കാൻ പാടില്ല, അവൾക്ക് ഉറങ്ങാൻ പോട്ടെ, കിടക്കാനുള്ള അവസരങ്ങളും കൊടുക്കണ്ടേ? ആരിന് വയ്യാത്തോണ്ട് ആരിനെ കിടക്കാം, ആരിനെ ഉറങ്ങാം, അത് ചോദ്യം ചെയ്യാനായിട്ട് അവൾ ആളില്ല. എന്നാൽ അനുമോളെ ചോദ്യം ചെയ്യാനായിട്ട് നെവിൻ അവിടെ ഉണ്ട്. ഏതാണ്ട് നെവിന്റെ ബോഡി ഗാർഡാണ്. അനു എന്ത് ചെയ്യുന്നു, അനു എവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നെവിനാണെന്ന് തോന്നുന്നു. എന്തായാലും നെവിന്റെ പ്രവർത്തികൾ അതിര് കടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമത്തിൽ അതിര് കടന്നിരിക്കുകയാണ്. ഇതിനെതിരെ ബിഗ് ബോസ് നടപടി സ്വീകരിച്ചതിരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് നെവിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോകും. നെവിൻ ഈ ആഴ്ച പുറത്താകുന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസും ലാലേട്ടനും നെവിനെതിരെ നടപടി സ്വീകരിക്കണം, തക്കതായ ശിക്ഷയും നെവിന് കൊടുക്കണം. ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ നശിപ്പിച്ചത്, അതിലാണ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചത്. അവിടെ ഒരാളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നതിനേക്കാളും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഒരാൾ കിടന്നുറങ്ങുന്ന ആ സ്ഥലത്ത് വെള്ളം ഒഴിച്ച് നനപ്പിച്ച് അവിടെ മോശമാക്കിയത്. ഇതൊരിക്കലും അനുമോളോടുള്ള സിമ്പതിയല്ല, നെവിൻ ചെയ്ത വൃത്തികേടിനോടുള്ള പ്രതികരണമാണ് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെവിനെതിരെ നടപടി സ്വീകരിക്കണം, നെവിന് പുറത്താക്കണം എന്ന് പലരും പറയുന്നുണ്ട്. അവിടെ പറയുന്നത് പുറത്താക്കണം വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വോട്ടിങ്ങിലൂടെ തീരുമാനിക്കാം. പക്ഷേ നടപടി സ്വീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നെവിനുള്ള ഡോസ് ഇനിയെങ്കിലും ലാലേട്ടൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പാർഷ്യാലിറ്റി ഇപ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയും നിങ്ങളവിടെ അക്ബറിനെയും ആര്യനെയും നെവിനെയും സംരക്ഷിക്കാനുള്ള പാർഷ്യാലിറ്റി കാണിച്ചാൽ വളരെ ബോറെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ.